ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, തപസ്സുകാലം 4-ാം ഞായറിൽ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 15-ാം അധ്യായത്തിൽ നിന്നാണ്. വിശ്വകഥ സമാഹാരത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉദാത്തമായ കഥകളിൽ ഒന്നാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം അനുഭവിക്കുന്നത്. ഈ ഉപമയ്ക്ക് വിവിധങ്ങളായ ശീർഷകങ്ങൾ നൽകാവുന്നതാണ്. ഏതു ശീർഷകം സ്വീകരിച്ചാലും അത് വാദപ്രതിവാദങ്ങൾക്ക്, അതായത് ഡിബേറ്റ്സിന് വിധേയമാക്കാവുന്നതാണ്. ഒന്ന്, ധൂർത്തപുത്രൻ. ഈ ശീർഷകം ഉപമയുടെ പൂർണ്ണമായ വിവരണത്തിന് യോജിക്കുന്നതല്ല. കാരണം കഥയുടെ ആദ്യ ഭാഗത്തെ വിവരണങ്ങളിൽ മാത്രം അത് ഒതുങ്ങുകയും രണ്ടാം ഭാഗമായ മൂത്ത പുത്രനെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ ശീർഷകത്തിന് പുറമെ നിൽക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ 2 പുത്രന്മാർ. കഥയുടെ പൂർണ്ണമായ വിവരണങ്ങളെ ആസ്പദമാക്കിയാൽ ഈ ശീർഷകം ഏറെക്കുറെ യോജിക്കുമെങ്കിലും ഇത് കേന്ദ്രീകരിക്കുന്നത് ഒരു പിതാവിന് തൻ്റെ 2 മക്കളോടുള്ള ബന്ധത്തെ മാത്രമാണ്. മൂന്നാമത് നൽകപ്പെടുന്ന ശീർഷകം അനുകമ്പ നിറഞ്ഞ പിതാവും ക്ഷുഭിതനായ സഹോദരനും. ഈ ശീർഷകമാകട്ടെ തിരികെ എത്തുന്ന ആളോട് അവൻ്റെ പിതാവും സഹോദരനും കാണിക്കുന്ന വൈരുദ്ധ്യ സമീപനങ്ങളെയാണ് എടുത്തുകാട്ടുന്നത്. 4-ാമത്തെ ശീർഷകം ധൂർത്തപുത്രൻ, കാത്തിരിക്കുന്ന പിതാവ്, മൂത്തപുത്രൻ. ഈ ശീർഷകം കഥയ്ക്ക് തികച്ചും അനുയോജ്യമാണ്. കാരണം കഥയുടെ 3 പ്രധാന ഘട്ടങ്ങളെയും ഇത് കോർത്തിണക്കുന്നുണ്ട്. ശീർഷകത്തിൽ കാണുന്ന പ്രകാരം കഥയുടെ സഞ്ചാരം ധൂർത്തപുത്രനിൽ നിന്നും കാത്തിരിക്കുന്ന പിതാവിലേക്കും തുടർന്ന് മൂത്ത മകനിലേക്കും ഒഴുകുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ താങ്ങും തണലും അവൻ അനുഭവിക്കുന്ന കുടുംബമാണ്. എന്നാൽ കഥയിലെ ഇളയ മകൻ സ്വന്തം കുടുംബത്തിൻ്റെ ഊഷ്മളതയിൽ നിന്ന് പടിയിറങ്ങി ഓഹരിയുടെ ക്രമരഹിതമായ വിനിമയത്തിലൂടെ സഞ്ചരിച്ച് ദാരിദ്ര്യത്തിലേക്കും നഷ്ടബോധത്തിലേക്കും ഏകാന്തതയിലേക്കും കൂട്ടുകുത്തുന്നു. അവൻ്റെ പതനത്തിൻ്റെ അവസാന ഘട്ടം സുവിശേഷകൻ വിവരിക്കുന്നത് പന്നികളുടെ ജീവിത സാഹചര്യത്തിലേക്ക് അവൻ നിബദിക്കുന്നതോടെയാണ്. യഹൂദ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം പന്നികൾ അശുഭവും ശപിക്കപ്പെട്ടതുമാണ്. ലേവ്യർ 11:7. ആത്മരോദനത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ നിന്ന് പൂർവകാല സ്മരണകളിലേക്ക് ധൂർത്തപുത്രൻ കടക്കുകയാണ്. തദവസരത്തിൽ തൻ്റെ ഹൃദയത്തിൽ അരങ്ങേറുന്നത് ഒരു ഏകാംഗ സംഭാഷണമാണ്, ആൻ ഇന്റീരിയർ മോണോലോഗ്. ഈ സംഭാഷണത്തിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1, പിതാവേ എന്നുള്ള അഭിസംബോധന. 2, ഞാൻ പാപം ചെയ്തു എന്ന ഏറ്റുപറച്ചിൽ. 3, ഞാൻ യോഗ്യനല്ല എന്ന വിലയിരുത്തൽ. 4, ദാസരിൽ ഒരുവനായെങ്കിലും സ്വീകരിക്കപ്പെടുവാനുള്ള അപേക്ഷ. തന്നിലെ തന്നെ തിരിച്ചറിയുന്നതോടെ അവൻ എഴുന്നേൽക്കുന്നു, പിതാവിങ്കിലേക്ക് തിരിച്ചു നടക്കുന്നു. ധൂർത്തപുത്രൻ ഇവിടെ മടങ്ങി വരവിൻ്റെ ഉദാത്ത പ്രതീകമായി നിലകൊള്ളുന്നു. മടക്കത്തിൻ്റെ തുടക്കം അവനിലേക്ക് തന്നെയാണ്. മടക്കത്തിൻ്റെ ഒടുക്കം അവനിൽ നിന്ന് പിതാവിലേക്കാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പഠിക്കുന്നതാണ് പശ്ചാത്താപം. സ്വർഗീയ പിതാവിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കലാണിത്. പിതാവിൻ്റെ ഭവനത്തിലേക്കും പിതാവിൻ്റെ കരങ്ങളിലേക്കുമുള്ള മടക്കമാണ് പശ്ചാത്താപം. കഥയുടെ 2-ാം ഘട്ടം
മടങ്ങുന്ന പുത്രനിൽ നിന്ന് കാത്തിരിക്കുന്ന പിതാവിലെത്തുന്നതാണ്. കാത്തിരിക്കുന്ന പിതാവെന്ന വ്യക്തിത്വത്തിൻ്റെ പ്രതീകം പിതാവായ ദൈവത്തിൻ്റെ സകല നന്മകളും ഉൾക്കൊള്ളുന്നു. അതിവിദൂരതയിലേക്ക് മിഴിപാകി നിൽക്കുന്ന പിതാവ് മടങ്ങി വരുന്ന തൻ്റെ പുത്രനെ കാണുന്നതോടെ സന്തോഷാധിക്യത്താൽ സർവ്വതും മറന്ന് മകൻ്റെ പക്കലേക്ക് കൊതിച്ച് ഓടുകയാണ്. മകൻ്റെ പക്കലേക്ക് ഓടി അണയുന്ന പിതാവിൻ്റെ പ്രവൃത്തി പ്രാചീന പാലസ്തീന പാരമ്പര്യങ്ങൾക്ക് ദഹിക്കുന്നതല്ല. കാരണം പ്രായം കൊണ്ട് പക്വതയാർന്ന ഒരാൾ എല്ലാം മറന്നു ഓടുന്നത് അക്കാലത്ത് കുലീന സംസ്കാരത്തിന് ചേർന്നതായിരുന്നില്ല. ഓടിയെത്തുന്ന പിതാവ് പുത്രന് ചുംബനങ്ങൾ നൽകി സ്വീകരിക്കുന്നു. ചുംബനം മാപ്പ് നൽകുന്നതിൻ്റെ പ്രതീകമാണ്. പിതാവിൻ്റെ സ്നേഹവലയത്തിന് നടുവിൽ അവൻ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് പാപവും അയോഗ്യതയും ഏറ്റുപറയുകയാണ്. ദാസരിൽ ഒരുവനായെങ്കിലും തന്നെ സ്വീകരിക്കണമേ എന്ന അപേക്ഷ മുഴിപ്പിക്കുന്നതിന് മുൻപ് പിതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നു. മടങ്ങി വന്ന മകന് നഷ്ടപ്പെട്ട പുത്രസ്ഥാനം തിരിച്ചു നൽകുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പിതാവ് ചെയ്യുന്നു. മോടിയുള്ള ഉടുപ്പ്, വിരലിന് യോജിച്ച മോതിരം, പാദത്തിനിണങ്ങുന്ന ചെരുപ്പ്. പുത്രന്റെ മടങ്ങി വരവിലുള്ള പിതാവിൻ്റെ ആനന്ദം ആഘോഷത്തിൻ്റെ ദൂർത്തിലേക്ക് നയിക്കുന്നു. പിതാവ്, കുടുംബം, ദേശം തുടങ്ങിയവയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് മൃതനായി കഴിഞ്ഞവൻ ഈ ബന്ധങ്ങളിലേക്ക് മടങ്ങി വന്നതോടെ ജീവൻ വീണ്ടെടുക്കുന്നവനായി മാറി എന്നതിൻ്റെ അടയാളമാണ് സമൃദ്ധമായ വിരുന്ന്. ആനന്ദപൂരിതനായ പിതാവിൽ നിന്നും കഥ മെല്ലെ മൂത്ത പുത്രനിലേക്ക് വഴിമാറുകയാണ്. വയലിൽ നിന്നും മടങ്ങവേ തൻ്റെ ഭവനത്തിൽ നിന്ന് ആഘോഷങ്ങളുടെ ആരവം മൂത്ത മകൻ കേൾക്കുന്നു. ഇളയ സഹോദരൻ മടങ്ങി വന്നതാണ് ഭവനത്തിലെ ആഘോഷങ്ങൾക്ക് കാരണമെന്ന് അവൻ മനസ്സിലാക്കുന്നു. രോഷാകുലനായ അവൻ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ മടിക്കുകയാണ്. അതോടെ മൂത്ത പുത്രന്റെ അവസ്ഥ പിതാവിൽ നിന്നും അകലെയാവുകയാണ്. പിതാവാകട്ടെ അവനെ സ്വീകരിക്കുവാനും ഇളയ പുത്രനെ സ്വീകരിക്കുവാൻ എന്നതുപോലെ ഭവനത്തിൽ നിന്ന് പുറത്തു വരുന്നു. എന്നാൽ പിതാവിനോടും ഇളയ സഹോദരനോടുമുള്ള ബന്ധം തിരിച്ചറിയുവാനോ നിലനിർത്തുവാനോ അവൻ തയ്യാറാകുന്നില്ല. ആത്മനീതീകരണത്തിൻ്റെ അവകാശമാണ് അവൻ ഉന്നയിക്കുന്നത്. പാപം ചെയ്ത സഹോദരനോട് പിതാവ് കാണിച്ച സ്നേഹം നീതിമാനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മൂത്ത മകന് സ്വീകാര്യമാകുന്നില്ല. പാപികളോടൊത്ത് പന്തി പങ്കിടുന്ന യേശുവിനെതിരെ പിറുപിറുക്കുന്ന ആത്മന്യായീകരണത്തിൻ്റെ വക്താക്കളായ ഫരീസിയരുടെയും നിയമജ്ഞരുടെയും ശരിയായ പ്രതിരൂപമായി മൂത്ത മകൻ ഇവിടെ നിലകൊള്ളുന്നു. എങ്കിലും അവനെയും നിരുപാധികം സ്വീകരിക്കുവാൻ ഈ ഉപമയിലെ പിതാവ് തയ്യാറാണ്. പക്ഷെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മൂത്ത മകൻ കടന്നു വരുന്നുവോ എന്ന ചോദ്യത്തിന് ഈ കഥയിൽ ഉത്തരം നൽകുന്നില്ല. എങ്കിലും കഥയുടെ വരികൾക്കിടയിൽ തെളിഞ്ഞു കാണുന്ന സത്യമുണ്ട്. ശരിയായ അനുതാപത്തോടെ കടന്നു വരുന്ന ഏവർക്കും പിതാവിൻ്റെ ഭവനത്തിൽ ഇടമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നിരുപമായ സ്നേഹവും കരുണയും ഭൂമിയിൽ ഏവർക്കും ലഭ്യമാണ്. അത് മനുഷ്യരുടെ കണക്കുകൂട്ടലുകൾക്ക് വിധേയമായിരിക്കില്ല. എങ്കിലും യഥാർത്ഥ അനുതാപത്തിലൂടെ ആ സ്നേഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനാകും. നമുക്കെല്ലാവർക്കും പുരോഗതി വേണം. എന്നാൽ നാം തെറ്റായ പാതയിലാണെങ്കിൽ പുരോഗതി അർത്ഥമാക്കുന്നത് ശരിയായ പാതയിലേക്കുള്ള മടക്കമാണ്. അപ്രകാരം എത്രയും വേഗം ശരിയായ പാതയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥമായ പുരോഗമനവാദി. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.